ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ, അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര്, ഞാൻ ഇന്നത് അറിഞ്ഞു, എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. നമ്മുടെ കുറ്റമല്ലാതെ അത് കുറ്റം തന്നെ പറയുന്നത്. കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവനും. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സമാധാനം പോയെന്നാണ് എന്റെ ഒരു വിശ്വാസം. കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന് തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നില്ലെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവളൊന്നും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. കിച്ചുവിനോടുള്ള ദേഷ്യമാണ് രേണു വന്നിരുന്ന് ഈ വിളിച്ചു പോകുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാല് എന്റെ ഋതപ്പനെ എന്റെ അച്ഛനും എന്റെ അമ്മയും ചേട്ടനും ചേച്ചിയും നോക്കിക്കോണം. അതായത് കിച്ചുവിന് കൊടുക്കരുത് എന്നുള്ളൊരു രീതി, അതായത് കിച്ചു വളർത്തരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ രേണു ഈ സംസാരിച്ച് വരുന്നത്. എന്താ കേൾക്കുന്നവർക്ക് അത് ബുദ്ധിയില്ലേ ഇതൊന്നും ചിന്തിക്കാനുള്ളത്? രേണു എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്? അന്നേരത്തെ കാര്യം അന്നേരമല്ലേ. ഇപ്പം അച്ഛനും അമ്മയും ഇല്ലാത്ത എത്രയോ കുട്ടികൾ ജീവിക്കുന്നുണ്ട്. എന്നിരുന്നിട്ട് ഇപ്പോഴേ വന്നിരുന്നിട്ട് ഒരു ക്യാൻസർ ആണോ, അതിന് ചികിത്സ നടക്കുന്നുണ്ട്, ജീവിതമേ തീർന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്നും അല്ല. കിച്ചുവിനോടുള്ള ദേഷ്യമാണ് ഇപ്പൊ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പൊ രേണുവിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ രേണുവിന്റെ സംസാരം കാണണം, അതെല്ലാം ഈ രേണു തന്നെ ഇല്ലാതാക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് 10ാം തീയതി കീമോയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കണം. എനിക്കിനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ക്യാൻസർ അല്ല എനിക്ക്. ക്യാൻസർ ആണെങ്കിൽ പോലും അതില് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്ക്. അത് എനിക്കും അറിയാം, എന്റെ വീട്ടുകാർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്നത് കള്ളത്തരം. എന്തിനാണ് ഞാൻ ഈ കള്ളത്തരം? ഈ തിക്ക് ലൈൻ ഏതായാലും വിവരമുള്ളവർക്കായിരുന്നു. ഹാർട്ടിൽ കിടക്കുന്ന സാധനമാണ് ഇതിനകത്തൂടെ. അതിന്റെ കത്തീറ്റർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. അസുഖം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കള്ളം ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. ഒരു അസുഖത്തെ വെച്ച്, അത് ഇത്രയും വലിയൊരു മാരകാവസ്ഥയെ വെച്ച് നമ്മൾ കള്ളം പറയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായത്, എന്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്ന് അങ്ങനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്. അതിലുപരി 2 lakhs മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു എന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. സോ എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ എന്റെ ഋതപ്പനെ ഓർത്ത്. അപ്പം അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. അതിനുള്ള നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാനത് ചെയ്യും. ഈ 4 പേര് എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്.
ഇപ്പൊ എന്റെ കുഞ്ഞിനെ അവർ രേണു എന്തൊക്കെയാണ് വന്നിരുന്ന് ഈ വിളിച്ചു പറയുന്നത്? ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വരുന്നവർ ഒക്കെ ഉടനെ അങ്ങ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനും ചികിത്സകളുണ്ട്, സൊല്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എത്രയോ ആൾക്കാര് ഇപ്പോഴും നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന, വർഷങ്ങൾ പഴക്കമുള്ള ക്യാൻസർ ഉള്ള ഒത്തിരി പേര് എനിക്കറിയാം, എന്റെ അയലത്ത് തന്നെയുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ. ഈ രേണുവിന്റെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത്, രേണു ചിന്തിക്കുന്ന എന്താ, രേണുവിന്റെ ജീവിതം തന്നെ ഇവിടെ തീർന്നു എന്നാണ് രേണു ഈ പറഞ്ഞു വരുന്നത്. രേണു അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. രേണു എപ്പോഴും പറയും ഞാൻ അങ്ങ് ഭയങ്കര മനക്കരുത്തുള്ള കുട്ടിയാണ്, മനക്കരുത്തുള്ള പെണ്ണാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇപ്പൊ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രേണു ജീവിതം തന്നെ തീർന്നു എന്നുള്ളൊരു മട്ടിലാണ് രേണുവിന്റെ സംസാരം. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറൊരു ടുലാക്സിന്റെ മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാറ്. പ്ലീസ് നിങ്ങൾ കാണുന്നവര് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് എന്റെ ഋതപ്പന്റെ അമ്മയായിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ ഇതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരുടെ ആ സ്നേഹവും പിന്നെ ഒരുപാട് ലോകത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത്. ആ കീമോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തേന് ഞാൻ ഡൗൺ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമെന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. 5 കീമോയും സർജറിയും എല്ലാം കിടക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വേണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയുടെ എഫക്റ്റ് കൊണ്ട് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കിടന്നത് എനിക്കത് ഓർമ്മ പോലും ഇല്ല ആ സമയം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ 3 ദിവസം ICUലായിരുന്നു. ഒരുപാട് വേദനകൾ ഞാൻ സഹിച്ചു. കിടക്കലായിരുന്നു, ഛർദിച്ചു, ലൂസ് മോഷനും ഒരു ഉമ്മിനീരിറക്കാൻ ഞാൻ ഛർദിച്ചു. പക്ഷെ ഇത്തവണത്തെ കീമോയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹവും പ്രാർത്ഥന, കൈ അനക്കാൻ പറ്റില്ല, കൈക്ക് ഭയങ്കര വേദനയാണ്. അപ്പൊ കീമോയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ നേർച്ചകളും എന്നെ ശക്തമായിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരും തന്നെയാണ് എനിക്ക് വിശ്വാസം. എന്റെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറിനേക്കാൾ വളരെ വിഷമുള്ള ക്യാൻസർ ഉള്ള നാക്കുള്ളവരും അല്ലെങ്കിൽ അതുപോലെ കമന്റ് ഇടുന്നവരെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് ആർക്കും ഒരസുഖം വരാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചാനല് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. രോഗം ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും വരാം. പക്ഷെ ഈ ഒരു അസുഖം ആർക്കും വരുത്തരുതേ എന്നാണ് പ്രാർത്ഥന. എത്രയും പെട്ടെന്ന് രേണുവിന്റെ അസുഖങ്ങളെല്ലാം മാറ്റി ചുറുചുറുക്കോടെ ഓടി നടക്കാൻ കഴിയട്ടെ. രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട് എന്ന് കരുതിയിട്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത കിച്ചുവിനെ ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുന്നത് ഒരിക്കലും നല്ലതായിട്ട് തോന്നുന്നില്ല.